നമസ്കാരം. തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ ദക്ഷിണേന്ത്യൻ രാഷ്ട്രീയത്തിൽ വലിയൊരു ഭൂകമ്പമാണ് ദൃശ്യമാകുന്നത്. ഇത്രയും കാലം DMKയുടെ തോളിൽ തൂങ്ങി അവരുടെ ദയവിൽ മാത്രം തമിഴ്നാട്ടിൽ അക്കൗണ്ട് ഒപ്പിച്ചിരുന്ന കോൺഗ്രസ് അധികാരം കണ്ടപ്പോൾ ഒട്ടും സമയം കളയാതെ ഒറ്റച്ചാട്ടത്തിന് നടൻ വിജയുടെ TVK ക്യാമ്പിലെത്തി മന്ത്രിസ്ഥാനവും കൈക്കലാക്കി. ഇതോടെ ദേശീയ തലത്തിൽ BJPക്കെതിരെ വലിയ വായിൽ പ്രതിപക്ഷ ഐക്യം പ്രസംഗിക്കുന്ന രാഹുൽ ഗാന്ധിയുടെയും കോൺഗ്രസിന്റെ അവസരവാദവും ഇരട്ടത്താപ്പും പൂർണ്ണമായും തുറന്നുകാട്ടപ്പെടുകയാണ്. സഖ്യകക്ഷികളാൽ വഞ്ചിക്കപ്പെട്ടതിന്റെ കടുത്ത അമർഷത്തിൽ DMKയുടെ ഔദ്യോഗിക മുഖപത്രമായ മുരശൊലിയിലൂടെ രാഹുൽ ഗാന്ധിയെയും കോൺഗ്രസിനെയും അതിരൂക്ഷമായ ഭാഷയിലാണ് DMK ഇപ്പോൾ ആക്രമിക്കുന്നത്. രാഹുൽ ഗാന്ധി രാഷ്ട്രീയ പക്വതയില്ലാത്ത വെറുമൊരു ഭൂലോക തമാശയാണെന്നും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പരാജയമാണ് ഈ സഖ്യം തകർത്തതെന്നുമാണ് DMK ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നത്. അധികാരം നിലനിർത്താനും പിടിച്ചെടുക്കാനും വേണ്ടി ആരുടെ കാല് പിടിക്കാനും മടിക്കാത്ത കോൺഗ്രസിന്റെ കപട രാഷ്ട്രീയത്തിന്റെ തനിനിറം വ്യക്തമാക്കുന്ന സമഗ്രമായ റിപ്പോർട്ടിലേക്ക് നമുക്ക് കടക്കാം. ദേശീയ തലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെയും BJPക്കെതിരെയും വലിയ ബദൽ എന്ന വ്യാജേന കെട്ടിപ്പൊക്കിയ ഇന്ത്യ മുന്നണി എത്രത്തോളം പൊള്ളയായ അവിശുദ്ധ കൂട്ടുകെട്ടായിരുന്നു എന്ന് തമിഴ്നാട്ടിലെ പുതിയ സംഭവ വികാസങ്ങൾ അടിവരയിടുന്നു. തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിന് പിന്നാലെ തമിഴ്നാട്ടിൽ കോൺഗ്രസ് തങ്ങളുടെ യഥാർത്ഥ നിറം പുറത്തെടുത്തു. DMK മുന്നണിയിലിരുന്ന് അവരുടെ വോട്ടും വാങ്ങി ജയിച്ച കോൺഗ്രസ് MLAമാർ തങ്ങളെ വിജയിപ്പിച്ച ജനങ്ങളെയും സഖ്യകക്ഷികളായ DMKയും ഒരുപോലെ വഞ്ചിച്ച് പുതിയതായി അധികാരത്തിൽ വന്ന TVK സർക്കാരിലേക്ക് ചേക്കേറുകയായിരുന്നു. സ്വന്തം കാലിൽ നിൽക്കാൻ കെൽപ്പില്ലാത്ത കോൺഗ്രസിനെ ഇത്രയും കാലം തമിഴ് മണ്ണിൽ താങ്ങി നിർത്തിയത് തങ്ങളാണെന്ന ബോധ്യമുള്ള DMKയ്ക്ക് ഈ വഞ്ചന താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു. രാഹുൽ ഗാന്ധിയുടെ പൂർണ്ണമായ അനുഗ്രഹത്തോടെയും അറിവോടെയുമാണ് ഈ കൂറുമാറ്റവും ചതിയും നടന്നതെന്നാണ് DMK ഇപ്പോൾ തുറന്നു പറയുന്നത്. മുരശൊലി പത്രത്തിൽ രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയ അറിവില്ലായ്മയെ പരിഹസിച്ചുകൊണ്ട് കടുത്ത ഭാഷയിലാണ് എഡിറ്റോറിയൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. പുതിയ കളിപ്പാട്ടം കണ്ടപ്പോൾ പഴയത് മറന്നു. കോൺഗ്രസിന്റെ അവസരവാദത്തെ പരിഹസിച്ച് DMKയും DMKയുടെ ഔദ്യോഗിക വക്താക്കളും സോഷ്യൽ മീഡിയ വിങ്ങും കോൺഗ്രസ് നേതൃത്വത്തെ അക്ഷരാർത്ഥത്തിൽ പ്രതികൂട്ടിലാക്കുന്ന രീതിയിലാണ് പ്രതികരണങ്ങൾ നടത്തുന്നത്. മുരശൊലി പത്രത്തിൽ വന്ന മുഖപ്രസംഗം കോൺഗ്രസിന്റെ നെറുകെട്ട രാഷ്ട്രീയ നിലപാടുകളെ തുറന്ന് കാട്ടുന്നതായിരുന്നു. തമിഴ്നാട്ടിൽ രാഷ്ട്രീയ നിലനിൽപ്പിനായി പിടഞ്ഞ കോൺഗ്രസിനെ ഇത്രയും കാലം നമ്മൾ തോളിലേറ്റി നടന്നു. എന്നാൽ പുതിയ തിളക്കമുള്ള നടൻ വിജയുടെ TVK കണ്ടപ്പോൾ അവർ അങ്ങോട്ട് മറുകണ്ഠം ചാടി. ഇതിൽ നിന്നും ഒന്നുറപ്പിച്ചു, ആ ദില്ലിയിലെ നേതാവ് രാഹുൽ ഗാന്ധി ഇനിയും വളർന്നിട്ടില്ല. പുള്ളി ഇപ്പോഴും രാഷ്ട്രീയത്തിൽ ഒരു വൻ തമാശയായി തുടരുകയാണ്. DMK ക്യാമ്പുകളിൽ നിന്നുയരുന്ന പരിഹാസം ഇതാണ്. തിരഞ്ഞെടുപ്പിൽ DMK മുന്നണിയുടെ ഭാഗമായി മത്സരിച്ച് ആ സഖ്യത്തിന്റെ ബലത്തിൽ മാത്രം ജയിച്ചു കയറിയ കോൺഗ്രസ് MLAമാരാണ് ഫലം വന്ന ഉടനെ തന്നെ വിജയ് പ്ലാൻ ചെയ്ത പുതിയ തമിഴ്നാട് സർക്കാരിൽ പോയി ചേർന്നത്. ഇതിൽ 2 പേർക്ക് നിർണായകമായ മന്ത്രിസ്ഥാനങ്ങളും ലഭിച്ചു. കോൺഗ്രസിന്റെ ഈ അധികാരമോഹം രാഹുൽ ഗാന്ധിയുടെ നേരിട്ടുള്ള ആസൂത്രണ പ്രകാരമാണെന്ന് DMK ഉറപ്പിച്ചു പറയുന്നു. കഴിഞ്ഞ ദിവസം ദില്ലിയിൽ നടന്ന പ്രതിപക്ഷ പാർട്ടികളുടെ യോഗത്തിൽ തമിഴ്നാട്ടിലെ ഈ വഞ്ചനയെക്കുറിച്ച് കടുത്ത വാക്പോരുകളാണ് നടന്നത്. തമിഴ്നാട്ടിലെ സഖ്യകക്ഷികളുടെ കടുത്ത വിമർശനത്തിന് മറുപടിയായി ഇന്ത്യ സഖ്യം നിലനിർത്താൻ കോൺഗ്രസ് ശിവൻ വിഷം കുടിച്ചതുപോലെ എല്ലാം സഹിക്കുമെന്നായിരുന്നു രാഹുൽ ഗാന്ധിയുടെ പതിവ് നാടകീയ പ്രതികരണം. എന്നാൽ വിഷം പ്രയോഗത്തെ മുരശൊലി പത്രത്തിലൂടെ DMK നടുറോഡിലിട്ട് വലിച്ചു കീറി. പുരാണത്തിൽ ശിവൻ വിഷം കുടിച്ചത് ലോകത്തെ രക്ഷിക്കാനാണ്, അല്ലാതെ ആ വിഷമുണ്ടാക്കിയത് ശിവനല്ല. ഇവിടെ ഇന്ത്യ മുന്നണിയിൽ സ്വന്തം സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി വിഷം കലക്കിയത് കോൺഗ്രസ് ആണെന്ന് രാജ്യം മുഴുവൻ അറിയാം. എന്നിട്ടാണ് ഇപ്പോൾ ശിവന്റെ റോൾ കെട്ടിയാടാൻ വരുന്നത്. മുരശൊലി എഡിറ്റോറിയൽ വ്യക്തമാക്കുന്നത് ഇതാണ്. ഡൽഹി യോഗത്തിൽ അഖിലേഷ് യാദവ്, തേജസ്വി യാദവ്, ഉമർ അബ്ദുള്ള തുടങ്ങിയ പ്രാദേശിക നേതാക്കളെല്ലാം കോൺഗ്രസിന്റെ ഈ അവസരവാദ നിലപാടിനെതിരെ ശക്തമായി പ്രതികരിച്ചിരുന്നു. സഖ്യകക്ഷികളിൽ നിന്ന് ഇത്തരമൊരു കടുത്ത ആക്രമണം രാഹുൽ ഗാന്ധി ഒട്ടും പ്രതീക്ഷിച്ചുമില്ല. പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ സ്വന്തം സീറ്റ് ഒപ്പിക്കാനും നിലനിൽപ്പിനുമായി പ്രാദേശിക പാർട്ടികളുടെ കാല് പിടിക്കുക, സംസ്ഥാന തെരഞ്ഞെടുപ്പുകളിൽ അതേ സഖ്യങ്ങളെ പരമാവധി ദുർബലപ്പെടുത്തി അധികാരം തട്ടിയെടുക്കാൻ നോക്കുക, ഇതാണ് കോൺഗ്രസിന്റെ പാരമ്പര്യമെന്നാണ് ഇന്ത്യ സഖ്യത്തിലെ പ്രമുഖർ തന്നെ ഇപ്പോൾ പരസ്യമായി പറയുന്നത്. തമിഴ്നാട്ടിൽ സ്റ്റാലിന്റെ മകൻ ഉദയനിധി സ്റ്റാലിനെ മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തിക്കാനും കുടുംബഭരണം വരും തലമുറകളിലേക്ക് നീട്ടാനുമുള്ള DMKയുടെ എല്ലാ കണക്കുകൂട്ടലുകളും തെറ്റിച്ചുകൊണ്ടാണ് അവിടെ പുതിയ രാഷ്ട്രീയ സമവാക്യങ്ങൾ രൂപപ്പെട്ടത്. തിരഞ്ഞെടുപ്പ് തോൽവിയോടെ ഉദയനിധി സ്റ്റാലിൻ പ്രതിപക്ഷ നേതാവായി മാറുന്ന പുതിയ രാഷ്ട്രീയ സാഹചര്യമാണ് തമിഴ്നാട്ടിലുള്ളത്. ഇതിന് പിന്നാലെ വിശ്വസ്തരെന്ന വ്യാജേന കൂടെ നിന്ന കോൺഗ്രസ് കൂടി കൂടുമാറിയതോടെ DMK പൂർണ്ണമായും ഒറ്റപ്പെട്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ നരേന്ദ്രമോദി എന്ന ശക്തനായ നേതാവിനെ നേരിടാൻ യാതൊരുവിധ ആദർശവുമില്ലാത്ത കേവലം അധികാരമോഹം മാത്രം മുൻനിർത്തി രൂപീകരിച്ച ഇന്ത്യ സഖ്യത്തിന്റെ തകർച്ചയാണ് നാം ഇവിടെ കാണുന്നത്. വികസനത്തിലോ ദീർഘവീക്ഷണത്തിലോ അധിഷ്ഠിതമല്ലാത്ത ഇത്തരം തട്ടിക്കൂട്ടു മുന്നണികൾ രാജ്യത്തിന് എത്രത്തോളം അപകടകരമാണെന്ന് ഈ തമിഴ്നാട് മോഡൽ വഞ്ചന തെളിയിക്കുന്നു. ഒരു വശത്ത് കേന്ദ്രത്തിൽ ഒന്നിച്ചിരിക്കാൻ നാടകം കളിക്കുകയും മറുവശത്ത് പ്രാദേശികമായി പരസ്പരം കാലുവാരാൻ അവസരം പാർത്തിരിക്കുകയും ചെയ്യുന്ന ഈ രാഷ്ട്രീയ കപടത ജനങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. സ്വന്തം സഖ്യകക്ഷികളെ പോലും വിശ്വാസത്തിലെടുക്കാൻ കഴിയാത്ത രാഹുൽ ഗാന്ധിയുടെ നേതൃത്വം രാജ്യത്തെ നയിക്കാൻ പൂർണ്ണമായും അയോഗ്യനാണെന്ന് BJP
BJP നേരത്തെ ചൂണ്ടിക്കാണിച്ചു. ഈ വസ്തുത ഇപ്പോൾ DMK തന്നെ സ്വന്തം പത്രത്തിലൂടെ സാക്ഷ്യപ്പെടുത്തിയിരിക്കുകയാണ്. കേവലം 5 MLA-മാരെ പോലും ഒരുമിച്ച് നിർത്താൻ കഴിയാത്ത കോൺഗ്രസ് BJPയുടെ കരുത്തുറ്റതും സുസ്ഥിരവുമായ ഭരണത്തിന് ബദലാകുമെന്ന് അവകാശപ്പെടുന്നത് വലിയൊരു തമാശ തന്നെയാണ്. സ്വന്തം നിലനിൽപ്പിനായി പ്രാദേശിക പാർട്ടികളുടെ ആധിപത്യത്തിന് മുന്നിൽ കീഴടങ്ങുകയോ അല്ലെങ്കിൽ അവസരം കിട്ടുമ്പോൾ അവരെ വഞ്ചിക്കുകയോ ചെയ്യുന്നതാണ് കോൺഗ്രസിന്റെ പാരമ്പര്യം. ജനക്ഷേമമല്ല, മറിച്ച് എങ്ങനെയെങ്കിലും അധികാരം നിലനിർത്തുക എന്നത് മാത്രമാണ് ഇവരുടെ ലക്ഷ്യം. ഭാരതത്തെ വികസനത്തിന്റെ പാതയിലേക്ക് നയിക്കുന്ന NDA സർക്കാരിന്റെ സുസ്ഥിര ഭരണത്തിനു മുന്നിൽ പരസ്പരം ചതിക്കാനും പാരവയ്ക്കാനും മത്സരിക്കുന്ന ഇത്തരം തദ്ദേശീയതയില്ലാത്ത പ്രതിപക്ഷ സഖ്യങ്ങൾ വെറും ചീട്ടുകൊട്ടാരം പോലെ തകർന്നടിയുമെന്ന യാഥാർത്ഥ്യമാണ് ദക്ഷിണേന്ത്യയിൽ ഇപ്പോൾ വ്യക്തമാകുന്നത്. അധികാരം കിട്ടാൻ വേണ്ടി തത്വങ്ങളോ ആദർശങ്ങളോ ഇല്ലാതെ ആരുടെ കൂടെയും പോകുന്ന കോൺഗ്രസിന്റെ തനിനിറം ഈ തമിഴ്നാട് സഖ്യത്തിന്റെ തകർച്ചയോടെ ജനങ്ങൾക്ക് മുന്നിൽ പൂർണ്ണമായും വെളിപ്പെട്ടിരിക്കുന്നു. ദേശീയ തലത്തിൽ BJPക്കെതിരെയോ NDA മുന്നണിക്കെതിരെയോ ശക്തമായ ഒരു ബദൽ ഉയർത്താൻ കോൺഗ്രസിനോ രാഹുൽ ഗാന്ധിക്കോ കഴിയില്ല എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് സ്വന്തം സഖ്യകക്ഷികളെ പോലും ഒപ്പം നിർത്താൻ കഴിയാത്ത ഈ പരാജയം. പരസ്പരം പാരവയ്ക്കുന്ന പ്രാദേശിക പാർട്ടികളുടെയും കോൺഗ്രസിന്റെയും ഈ ഔഷധ സഖ്യത്തിന് രാജ്യത്തിന് ഒരു സുസ്ഥിര ഭരണം നൽകാൻ കഴിയില്ല എന്ന് ജനങ്ങൾക്ക് ഇതിനകം ബോധ്യപ്പെട്ടിട്ടുണ്ട്. തമിഴ്നാട്ടിലെ ഈ തകർച്ച വരും ദിവസങ്ങളിൽ മറ്റ് സംസ്ഥാനങ്ങളിലെ പ്രതിപക്ഷ സഖ്യങ്ങളിലും വലിയ വിള്ളലുകൾ ഉണ്ടാക്കുമെന്ന് ഉറപ്പാണ്. ഒരു വശത്ത് തമിഴ് മണ്ണിൽ കരുണാനിധി കുടുംബത്തിന്റെ അപ്രമാദിത്യം തുടരാൻ കോൺഗ്രസിനെ DMK ഒരു ചതുരംഗ പലകയായി ഉപയോഗിച്ചു. മറുവശത്ത് നെഹ്റു കുടുംബത്തിന്റെ ഡൽഹിയിലെ രാഷ്ട്രീയ നിലനിൽപ്പിനായി കോൺഗ്രസും DMKയും കൂട്ടുപിടിച്ചു. എന്നാൽ ഈ ആദർശത്തിന്റെ തരിമ്പ് പോലുമില്ലാത്ത ഈ അവിശുദ്ധ സഖ്യത്തിലെ ഓരോ ഘടകകക്ഷികളും സ്വന്തം സ്വാർത്ഥ ലാഭങ്ങൾക്കായി പരസ്പരം വിഴുപ്പലക്കുകയാണ്. ഭാരതത്തെ ആഗോളതലത്തിൽ ഒന്നാമതെത്തിക്കാൻ അഹോരാത്രം പ്രയത്നിക്കുന്ന സുതാര്യവും സുസ്ഥിരവുമായ NDA ഭരണത്തിന് ബദലായി അധികാരം കിട്ടാൻ വേണ്ടി ആരുടെ മുന്നിലും ശയനപ്രദക്ഷിണം നടത്തുന്ന ഇത്തരം അവസരവാദികളെ ജനങ്ങൾ പൂർണ്ണമായും തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ദേശീയ സുരക്ഷയും അഖണ്ഡതയും വിസ്മരിക്കുന്ന രാഷ്ട്രീയം, രാജ്യത്തിന്റെ സുരക്ഷയ്ക്കോ വികസനത്തിനോ ഒരു മുൻഗണനയും നൽകാതെ കേവലം വോട്ട് ബാങ്ക് രാഷ്ട്രീയവും അധികാര കസേരകളും മാത്രം ലക്ഷ്യമിടുന്ന ഇത്തരം അവിശുദ്ധ കൂട്ടുകെട്ടുകൾ ഭാരതത്തിന്റെ അഖണ്ഡതയ്ക്ക് തന്നെ വലിയ വെല്ലുവിളിയാണ്. ഓരോ സംസ്ഥാനത്തും പ്രാദേശിക ലാഭങ്ങൾക്കായി നിലപാടുകൾ മാറ്റുന്ന കോൺഗ്രസിന്റെ ഈ വിനാശകരമായ നയം ദേശീയ താൽപര്യങ്ങളെ എത്രത്തോളം തകർക്കുന്നു എന്നതിന്റെ ഒടുവിലത്തെ ഉദാഹരണമാണിത്. ശക്തരായ ഒരു കേന്ദ്ര സർക്കാരിന് കീഴിൽ രാജ്യം മുന്നോട്ട് കുതിക്കുമ്പോൾ സ്വാർത്ഥത മാത്രം കൈമുതലുള്ള ഇത്തരം മുന്നണികൾ വെറും ചീട്ടുകൊട്ടാരം പോലെ തകരും. ഒരിക്കൽ കൂടി ഇത് തെളിയുകയുമാണ്. പരസ്പരം വിശ്വസിക്കാൻ കൊള്ളാത്ത, ജനങ്ങളോട് യാതൊരു പ്രതിബദ്ധതയുമില്ലാത്ത ഈ കുടുംബവാഴ്ച ശക്തികളെ തമിഴ് ജനതയും ഭാരതീയരും വരും നാളുകളിൽ രാഷ്ട്രീയ ഭൂപടത്തിൽ നിന്ന് പൂർണ്ണമായും തുടച്ചു നീക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ വാർത്തയെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യൂ. വാർത്തകൾ വേഗത്തിലറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.